welcome back to our epic hardcore another video. So guys, ഞാനപ്പോൾ ഇവിടെ സ്റ്റോൺ ടൂൾസ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നല്ല വേറൊരു തണ്ടർ സ്റ്റോം കൂടെ വന്നു. അത് കാരണം 3 തണ്ടർ സ്റ്റോമിൽ നമ്മൾ പെട്ടുപോയിട്ട് അത് കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഈ കുഴിക്കകത്ത് തന്നെ അങ്ങനെ അങ്ങ് കിടന്നു. ആരുമില്ല ഓടിക്കുക. പിന്നെ ഇന്ന് ഞാൻ നേരത്തെ വീഡിയോ ഇടുന്നതിന് കാരണം നമ്മളിനി 4 ദിവസത്തേക്കിന് കാണത്തില്ല. ദാറ്റ്സ് വൈ ഐ ആം ടേക്കിംഗ് വീഡിയോ നേരത്തെ. അത് കാരണം 4 ദിവസം വീഡിയോ വന്നില്ലെന്ന് പറഞ്ഞാൽ ആരും ഒന്നും പറഞ്ഞേക്കല്ലേ. ഞാൻ 4 ദിവസത്തിനുള്ളിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ 100 സബ് ആക്കുകയാണെങ്കിൽ ഈ വേൾഡിൻ്റെ ഡൗൺലോഡ് ഞാൻ തരുന്നതായിരിക്കും. ഒരു 10 വർഷം കഴിഞ്ഞിട്ട് അത് തന്നെ നമ്മളൊരു വേൾഡിൻ്റെ ഡൗൺലോഡ് വരുന്നതായിരിക്കും. അത് എനിക്ക് വേറെ ഒരു സർവൈവലുള്ളതാണ്. ആ സർവൈവലെന്ന് വെച്ചാൽ കിണ്ണ സർവൈവലാണ്. അതിൻ്റെ അകത്ത് ഞാൻ കുറേ പ്രൊഫഷണൽ പരിപാടിയെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിനി ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ എന്തുവാണെന്നല്ലേ, ഇന്ന് നമുക്കൊരു സ്റ്റാർട്ടർ ബേസ് തുടങ്ങണമെന്നുണ്ട്. പക്ഷെ നടക്കുമെന്നറിയത്തില്ല. അതിനെക്കാട്ടിലും മുമ്പ് ഞാൻ ബേസ് വെക്കാൻ പോകുന്ന എന്താണേലും ഞാൻ ബേസ് വെക്കാൻ പോകുന്ന എന്താണേലും ഇവിടെ ദവടെ ആ മേളി അവിടെ ആയിരിക്കും നമ്മൾ ആ ബേസ് വെക്കാൻ പോകുന്നത്. പിന്നെ നമ്മളൊരു പ്രൊഫഷണൽ ബിൽഡർ ആയതുകൊണ്ട് വിഷയമൊന്നുമില്ല. ഈ പന്നി എന്തോ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പം ഫീഡ് ചെയ്ത് തന്നെ പാട്ടേ ഗ്ലിച്ച് ഗൈസ്. അപ്പം ഞാൻ പോയി കുറച്ച് ഓഫ് ക്യാമറ മൈനിങ് ചെയ്യുന്നില്ല തൽക്കാലം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്നാ ചെയ്യും, അവിടെയൊക്കെ ഒന്ന് തെളിക്കാൻ പോവുകയാണ്. അല്ല, നമ്മൾ മൈനിങ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെയാണ് നമ്മൾ മൈനിങ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ സീരീസിനെ പോലെ ചത്തില്ലെങ്കിൽ നല്ല കാര്യം. അടിയിലേക്ക് വാട്ടർ കേവ് ഒന്നും കാണത്തില്ലല്ലോ. ഇല്ല വാട്ടർ കേവ് ഒന്നും ഇല്ലെന്ന പ്രതീക്ഷയിൽ നമ്മളങ്ങ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങുക. ആക്സ് കയ്യിലിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, പെർഫെക്റ്റ് സ്ഥലത്താണ് കഴിച്ച് ഞാൻ നിന്നത്. കാരണം നേരെ ഞാൻ താഴേക്ക് എടുത്ത് ചാടേണ്ടത്. അപ്പം ഞാൻ ഒരു കേവ് കണ്ടുപിടിച്ചിട്ട് വരാം ഗൈസ്. കോൾ ഗൈസ്, നമുക്കപ്പോൾ കോള് കിട്ടിയിട്ടുണ്ട്. നൈറ്റ് വിഷൻ ഇട്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് എന്നാത്തിന് ടോർച്ച്. പെർഫെക്റ്റ് ലാഗാണ് ഗൈസ്. ഓക്കെ, നമ്മളൊക്കെ ലാഗൊക്കെ വെച്ചാൽ കളിച്ച് പഠിച്ചത് തന്നെ. പിന്നെ എന്നാത്തിനായി ലാഗിനെ പേടിക്കുന്നു. ഇപ്പം പെട്ടെന്നൊരു കേവ് കിട്ടുമായിരുന്നു, കൊള്ളാമായിരുന്നു. ഇനിയും ഷടാ ഞാൻ മിക്കവാറും എക്സ്റേ ഞാൻ മിക്കവാറും കോൾ മൈൻഡ് ചെയ്ത് ചാകും. അപ്പോൾ ഒരു ഓഫ് ക്യാമറ മൈനിങ് കൂടെ ഐറൺ. സോ ഗൈസ്, നമുക്ക് പയം കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വൈ ലെവൽ 11-ലാണ്. ഇവിടെ നിങ്ങൾ സ്ട്രിപ്പ് മൈൻ അങ്ങ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഐറൺ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് ഇത് വെച്ച് എടുത്ത് എമറാൾഡ് ബ്ലോക്ക്.
അപ്പോൾ നമുക്കിനി അടുത്തൊരു പിക്കാക്സ് ഉണ്ടാക്കാം. ഇത്രയോട്ട് നേടായിരുന്നു. അപ്പോൾ ഞാൻ അയൺ കിട്ടിയിട്ട് നിങ്ങളെ അപ്പോൾ എനിക്ക് പോകാൻ സമയമായായിരുന്നു. കുറച്ച് അയണോട് ഇരിപ്പുണ്ട്, അതോടെ എടുത്തിട്ട് പോകാം ഗൈസ്. ബെഡ് ക്ലച്ച് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങോട്ട് ചാടിയ ജമ്പട്ടിൻ പ്രസയില്ല. അമ്മച്ചി അതെന്നാണ്? അയ്യോ, ഞാനൊന്ന് പേടിച്ചു പോയി ഗൈസ്. ഒന്നല്ല നല്ലപോലെ ഞാൻ പേടിച്ചു പോയി. ആരൊന്നും കൊള്ളത്തില്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ഫർണസ് എടുത്ത് ഇങ്ങോട്ടൂടെ വെച്ചിട്ട് ഈ കോളും പൊട്ടിയത് അയണം ഇട്ടിട്ട് കാണത്തില്ലല്ലേ. ആ സ്കെലട്ടൺ എന്ത് ചെയ്യും? അവനടിയിൽ നിൽപ്പുണ്ട്. നമ്മുടെ സൈഡിൽ ഒരു എൻഡർമാൻ നിൽപ്പം ഞാൻ നോക്കുന്നില്ല. എനിക്കൊരിക്കലും മറ്റടുത്ത പറമ്പിലേക്ക് നോക്കാനും പറ്റത്തില്ല. അവിടെ ഞാൻ കുറച്ച് അയൺ കണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ അയണുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ, സീ യു. നാളെ അല്ല, നമുക്ക് 4 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ.